ഹലോ ഓൾ, എജ്യൂമേഡ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെയിലി കറണ്ട് അഫെയർ ആണ്. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തെയും അതത് ദിവസങ്ങളിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് നമ്മൾ റെഫറൻസ് ആക്കി എടുത്തിരിക്കുന്നത് ദ ഹിന്ദു ആൻഡ് ടൈംസ് ഓഫ് ഇന്ത്യ പത്രങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ അല്ലെങ്കിൽ 30 സെപ്റ്റംബർ 2021 ഇന്നത്തെ ന്യൂസ് പേപ്പർ ദ ഹിന്ദു ആൻഡ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, റൈഡർ കപ്പ് 2020 വിന്നർ, 2020 റൈഡർ കപ്പ് വിന്നർ ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2020 റൈഡർ കപ്പ് വിന്നർ. ഓപ്ഷൻ എ കാനഡ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, USSR. ആദ്യം റൈഡർ കപ്പ് എന്താണെന്ന് അറിയണം. റൈഡർ കപ്പ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രികളും തമ്മിൽ നടക്കുന്ന ഒരു ഗോൾഫ് മത്സരമാണ്. യൂറോപ്യൻ കൺട്രികളും യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ട് നടക്കുന്ന ഒരു ഗോൾഫ് മത്സരമാണ് റൈഡർ കപ്പ്. അപ്പോൾ 2020 റൈഡർ കപ്പിൻ്റെ ഒഫീഷ്യൽ സ്പോൺസർ ആരെന്നും ചോദിക്കാം. ആരായിരുന്നു സ്പോൺസർ? സ്പോൺസർ എന്ന് പറയുന്നത് റോളക്സ് എന്ന് പറയുന്ന വാച്ച് കമ്പനിയാണ് അല്ലേ. റോളക്സ് എന്ന് പറയുന്ന ഏറ്റവും ആഡംബര വാച്ച് കമ്പനിയാണ് റോളക്സ്. അവരായിരുന്നു എന്തിൻ്റെ സ്പോൺസർ? റൈഡർ കപ്പ് 2020 സ്പോൺസർ. അപ്പോൾ ഇത്രയുമാണ് റൈഡർ കപ്പിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില വിവരങ്ങൾ. അപ്പോൾ 2020 റൈഡർ കപ്പ് വിന്നർ, ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ദ ആൻസർ ഈസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് റൈറ്റ് ആൻസർ. അപ്പം 2020 റൈഡർ കപ്പ് വിന്നേഴ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഈസ് സിറ്റുവേറ്റഡ്. NIV, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുമായി ബന്ധപ്പെട്ട എന്ത് വാർത്തയായിരിക്കും പത്രത്തിലുള്ളത്? യെസ്, കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും നല്ല കർശനമായിട്ട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന നിപ്പ വൈറസ് അല്ലേ. നിപ്പ വൈറസിന് വേണ്ടിയുള്ള ഒരു ആൻറ്റിബോഡി ആര് കണ്ടുപിടിച്ചു? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് നിപ്പ വൈറസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡി. ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തത്, ഈ ആൻറ്റിബോഡി എക്സ്ട്രാക്ട് ചെയ്തെടുത്തത് ആരിൽ നിന്ന് തന്നെയാണ്? ബാറ്റിൽ നിന്ന് തന്നെയാണ്, വവ്വാലുകളിൽ നിന്ന് തന്നെയാണ് എന്തും എടുത്തത്. നിപ്പ വൈറസിന് വേണ്ടിയുള്ള ആൻറ്റിബോഡിയും എക്സ്ട്രാക്ട് ചെയ്തെടുത്തത് വവ്വാലുകളിൽ നിന്നും തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സിറ്റുവേറ്റഡ്. ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, പൂനെ. പൂനെയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സിറ്റുവേറ്റഡ് ഓൺ പൂനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ന്യൂലി ഡിസ്കവേർഡ് നിപ്പ വൈറസ് ആൻറ്റിബോഡി. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, നിപ്പ വൈറസിനെതിരായിട്ട് ഒരു ആൻറ്റിബോഡി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ നമ്പർ എ IVRF, ഓപ്ഷൻ നമ്പർ ബി കോഗ്നിസ്, ഓപ്ഷൻ നമ്പർ സി IgG, ഓപ്ഷൻ നമ്പർ ഡി നൺ ഓഫ് ദി എബോ. ഈ പറഞ്ഞവയിൽ എന്താ നിപ്പ വൈറസിനെതിരായി കണ്ടുപിടിച്ച ആൻറ്റിബോഡി ഏത്? ഓപ്ഷൻ നമ്പർ C is the right answer. IgG is the right answer. It is developed by National Institute of Virology, Pune. ഇത്രയും മനസ്സിലിരിക്കണം. ഇമ്പോർട്ടൻ്റ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ന്യൂ മിഷൻ അനൗൺസ്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ മോദി ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് സെക്ടർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും റീസെൻ്റ് ആയിട്ട് അനൗൺസ് ചെയ്ത ഹെൽത്ത് സെക്ടറിലെ മിഷൻ്റെ പേര് എന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ നമ്പർ എ നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ, ബി PM പോഷൻ സ്കീം, സി PM മുദ്ര യോജന, ഓപ്ഷൻ ഡി ജീവൻ ജ്യോതി മിഷൻ. എന്തായിരിക്കും റൈറ്റ് ആൻസർ? നിങ്ങൾ ഇതിനെപ്പറ്റി ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഒരു ഹെൽത്ത് ID കാർഡ് ഫോം ചെയ്യും. ഒരു ഹെൽത്ത് ID കാർഡ് എന്ത് ചെയ്യും? ഫോം ചെയ്യും. ഹെൽത്ത് ID കാർഡ് ഫോം ചെയ്യും. മാത്രമല്ല എല്ലാവർക്കും ഒരു യുണീക്കായിട്ടുള്ള 14 ഡിജിറ്റ് ID നമ്പർ കൊടുക്കും. ഹെൽത്ത് ID നമ്പർ ഇവിടെ കൊടുക്കും. ഹെൽത്ത് ID നമ്പർ, ഇതാണ് പദ്ധതിയുടെ ഉദ്ദേശം. ഇതാണ് മിഷൻ്റെ എയിം. ഇത്രയേ ഉള്ളൂ. ഹെൽത്ത് ID കാർഡ് ആൻഡ് യുണീക്ക് 14 ഡിജിറ്റ് ഹെൽത്ത് ID നമ്പർ ഫോർ എവറി ഇന്ത്യൻ. Okay, so the right answer is option number A, National Digital Health Mission. National
ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നെയിം ഓഫ് ദ ന്യൂ മിഷൻ അനൗൺസ്ഡ് ബൈ PM മോദി ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് സെക്ടർ ഈസ് നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ. അതിൻ്റെ പ്രത്യേകതകൾ ഞാൻ ഇവിടെ പറഞ്ഞു, ഇതാണ് പ്രത്യേകതകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂ ജപ്പാൻ പ്രൈം മിനിസ്റ്റർ, ന്യൂലി അപ്പോയിൻ്റ് ആയിട്ടുള്ള ജപ്പാൻ പ്രൈം മിനിസ്റ്റർ ആര് എന്നാണ് ചോദ്യം. ഈ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ കാലം അല്ലെങ്കിൽ കുറേ കാലം എന്തായിരുന്നു, ഷിൻസോ ആബെ ആയിരുന്നു ജപ്പാൻ്റെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം വയസ്സായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം റിസൈൻ ചെയ്യുകയും ഇപ്പോൾ ഈ സമയത്ത് എന്ത് നടന്നു, ജപ്പാനിൽ ഒരു ഇലക്ഷൻ നടക്കുകയും ന്യൂലി അപ്പോയിൻറ്റഡ് പ്രൈം മിനിസ്റ്റർ ആരാണ്? ഇറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ബി, ഫൂമിയോ കിഷിദ. ഫൂമിയോ കിഷിദ ഈസ് ദ ന്യൂ ജപ്പാൻ പ്രൈം മിനിസ്റ്റർ. ഫൂമിയോ കിഷിദ അദ്ദേഹം ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അംഗമാണ്, LDPയിൽ അംഗമാണ്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി. പിന്നെ അദ്ദേഹം മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹം ജപ്പാൻ്റെ തന്നെ നേരത്തെ എക്സ് ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു, വിദേശകാര്യമന്ത്രിയായിരുന്നു ഇദ്ദേഹം. ഇത്രയാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ദ ന്യൂ ജപ്പാൻ പ്രൈം മിനിസ്റ്റർ ഓപ്ഷൻ നമ്പർ ബി, ഫൂമിയോ കിഷിദ ഈസ് ദ ന്യൂ ജപ്പാൻ പ്രൈം മിനിസ്റ്റർ. LDP ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അംഗമാണ് അദ്ദേഹം. എക്സ് ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു, ജപ്പാൻ്റെ തന്നെ എക്സ് ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു. സോ ഓപ്ഷൻ നമ്പർ ബി, ഫൂമിയോ കിഷിദ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the money got from the e-auction of the gadget used by the Indian Olympians on Tokyo Olympics 2021 will be contributed to. അതായത് ഇക്കഴിഞ്ഞ 2021 ഒളിമ്പിക്സ് അല്ലെ, ടോക്കിയോ ഒളിമ്പിക്സ്, ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സും അല്ലെങ്കിൽ ടോക്കിയോ ഒളിമ്പിക്സിലും മത്സരിച്ച് മെഡൽ നേടിയ ഒളിമ്പ്യൻസിൻ്റെ എന്തോന്ന് അവരുടെ ഗാഡ്ജറ്റ്, അവരുപയോഗിച്ച ഇപ്പോൾ PV സിന്ധു ഉപയോഗിച്ച ബാഡ്മിൻ്റൺ റാക്കറ്റ്, അങ്ങനെയുള്ള അവരുടെ ഗാഡ്ജറ്റ് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു പ്രധാനമന്ത്രി? അദ്ദേഹം അതിനെ ലേലത്തിൽ വയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്ത് തീരുമാനിച്ചു. അപ്പോൾ ചോദ്യം ഇതാണ്, ഇങ്ങനെ ലേലത്തിൽ കിട്ടുന്ന പൈസ എവിടെ സംഭാവന ചെയ്യാൻ, എവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഓപ്ഷൻ നമ്പർ എ, COVID-19 റിലീഫ് ഫണ്ട്. ഓപ്ഷൻ നമ്പർ ബി, നമാമി ഗംഗ പ്രോജക്റ്റ്. ഓപ്ഷൻ നമ്പർ സി, നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്. ഓപ്ഷൻ നമ്പർ ഡി, സർവശിക്ഷ അഭിയാൻ. ചോദ്യം ഇതാണ്, the money got from the e-auction of the gadget used by the Indian Olympians on Tokyo Olympics will be contributed to. ഇതാണ് ചോദ്യം. The answer is option number B, നമാമി ഗംഗ പ്രോജക്റ്റ്. നമാമി ഗംഗ പ്രോജക്റ്റിനാണ് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? The money got from the e-auction of the gadget used by the Indian Olympians on Tokyo Olympics 2021 will be contributed to നമാമി ഗംഗ പ്രോജക്റ്റ്. നമാമി ഗംഗ പ്രോജക്റ്റ്. Next question, the chairman of Defence Acquisition Council. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചെയർമാൻ ഓഫ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ആര്? ഓപ്ഷൻ നമ്പർ സി ഈസ് ദ റൈറ്റ് ആൻസർ. രാജ്നാഥ് സിംഗ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ആരാണ് ഇപ്പോഴത്തെ ചെയർമാൻ ഓഫ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ? ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ രാജ്നാഥ് സിംഗ്. ഇപ്പോൾ വാർത്തയിൽ ഈ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന വാർത്ത ഇതാണ്, അവർ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? 25 ALH Mark 3 ഹെലികോപ്റ്റർ അല്ലേ, Mark 3 ഹെലികോപ്റ്റർ, അതായത് ലൈറ്റ് വെയ്റ്റ് ഹെലികോപ്റ്റേഴ്സ് 25 ലൈറ്റ് വെയ്റ്റ് ഹെലികോപ്റ്റേഴ്സ് ആർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്? നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആര്? ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ, DAC, ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ. രാജ്നാഥ് സിംഗ് ആണ് അതിൻ്റെ ചെയർമാൻ. അദ്ദേഹം എന്ത് തീരുമാനിച്ചു? 25 ALH Mark 3 ലൈറ്റ് വെയ്റ്റ് ഹെലികോപ്റ്റർ ആർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി? ഇന്ത്യൻ ആർമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കീം ഓഫ് ഹോട്ട് കുക്ക്ഡ് മീൽ ടു 11.8 crore ഗവൺമെൻറ് സ്കൂൾ സ്റ്റുഡൻസ് ഫ്രം ക്ലാസ്സസ് 1 to 8. ഗവൺമെൻറ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉച്ചക്കത്തുള്ള ചോറ്, അതായത് നല്ല ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ചോറ് കൊടുക്കാനുള്ള തീരുമാനം, ആ സ്കീമിനെ പറയുന്ന പേര് എന്ത്? ഓപ്ഷൻ നമ്പർ എ, മിഡ് ഡേ നൂൺ മീൽ. ഓപ്ഷൻ നമ്പർ ബി, PM പോഷൻ സ്കീം. ഓപ്ഷൻ നമ്പർ സി, ജീവൻ ജ്യോതി മിഷൻ. ഓപ്ഷൻ നമ്പർ ഡി, നൺ ഓഫ് ദി അബോ. അതായത് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉച്ചയ്ക്കത്തെ ചോറ് കൊടുക്കുന്നതിനുള്ള പുതിയ പദ്ധതിയുടെ പേര് എന്ത്? അല്ലെങ്കിൽ ആ പഴയ പദ്ധതിയായിരുന്നു മിഡ് ഡേ നൂൺ മീൽ അല്ലേ, മിഡ് ഡേ നൂൺ മീൽ എന്നായിരുന്നു പഴയ പേര്. അതിന് എന്താക്കി മാറ്റാനുള്ള തീരുമാനത്തിലാണ് ഒരു പുതിയ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. എന്താണ് പേര്? PM പോഷൻ സ്കീം. PM
പോഷൻ സ്കീം എന്ന പേരിലാണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, അറിയപ്പെടാൻ പോകുന്നത്. അപ്പോൾ സ്കീം ഓഫ് ഹോട്ട് കുക്ക്ഡ് മീൽ ടു 11.8 crore ഗവൺമെൻറ് സ്കൂൾ സ്റ്റുഡൻസ് ഫ്രം ക്ലാസ്സസ് 1 to 8 ഈസ് കോൾഡ്, അല്ലെങ്കിൽ ഈസ് നെയിംലി PM പോഷൻ സ്കീം. PM പോഷൻ സ്കീം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെഡ് ഓഫ് ന്യൂട്രീഷൻ യൂണിസെഫ് ഇന്ത്യ. യൂണിസെഫിൻ്റെ ഹെഡ് ഓഫ് ന്യൂട്രീഷൻ, യൂണിസെഫ് ഇന്ത്യയുടെ ഹെഡ് ഓഫ് ന്യൂട്രീഷൻ ആര്? ദ ആൻസർ ഈസ് അർജൻ ഡി വാക്ട് അല്ലേ, അർജൻ ഡി വാക്ട്. അദ്ദേഹം പറഞ്ഞ എന്താണ്, COVID-19 കാരണം എല്ലാ കുട്ടികളും, COVID-19 വന്നത് കാരണം എല്ലാ കുട്ടികൾക്കും മാൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ന്യൂട്രീഷൻ കുറവാണെന്ന് കണ്ടുവരുന്നുണ്ട് അല്ലേ. ഇത് എന്തിന് നയിക്കാം, ഇത് പല പല മാരകമായിട്ടുള്ള അസുഖങ്ങൾക്കും നയിക്കാമെന്ന് ആര് പറഞ്ഞത്, അർജൻ ഡി വാക്ട് എന്ന് പറയുന്ന ഹെഡ് ഓഫ് ന്യൂട്രീഷൻ യൂണിസെഫ് ഇന്ത്യ പറഞ്ഞത്. അപ്പോൾ ഹെഡ് ഓഫ് ന്യൂട്രീഷൻ യൂണിസെഫ് ഇന്ത്യ ആരാണ്? ദ ആൻസർ ഈസ് അർജൻ ഡി വാക്ട്, അർജൻ ഡി വാക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിദേശകാര്യ സെക്രട്ടറി ആര്? ഇതെല്ലാവർക്കും അറിയാം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വീണ്ടും ഉൾപ്പെടുത്തിയത് ഹർഷ് വർദ്ധൻ ശ്രിംഗ്ല. അദ്ദേഹം എങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ്? ശ്രീലങ്കയിലോട്ട് അല്ലേ, ശ്രീലങ്കയിലോട്ട് പോകാൻ പോവുകയാണ് അദ്ദേഹം, ശ്രീലങ്ക, മറന്നു പോകരുത്. അപ്പോൾ ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ ഹർഷ് വർദ്ധൻ ശ്രിംഗ്ല. ഹർഷ് വർദ്ധൻ ശ്രിംഗ്ല ഇസ് ദ ഫോറിൻ സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് ആര്? ഹർഷ് വർദ്ധൻ ശ്രിംഗ്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നേവി വിത്ത് വിച്ച് കൺട്രീസ് നേവി സൈൻ ദ ടേംസ് ഓഫ് റെഫറൻസ് നേവി ടു നേവി റിലേഷൻഷിപ്പ് ഡോക്യുമെൻ്റ്. ഇന്ത്യ ആദ്യമായിട്ട് വേറൊരു രാജ്യത്തിൻ്റെ നേവിയുമായിട്ട് ഒരു നേവി ടു നേവി റിലേഷൻഷിപ്പ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ടേം ഓഫ് റെഫറൻസ് എന്ന പേരിൽ ഒരു ഫസ്റ്റ് ടൈം ഒരു റിലേഷൻ ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. ഏത് കൺട്രിയുടെ നേവിയുമായിട്ടാണ് ഇന്ത്യ ഈ ഡോക്യുമെൻറ്റിന് സൈൻ ചെയ്തത്? ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, ഓസ്ട്രേലിയൻ നേവിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ടാണ് ഒരു കൺട്രിയുടെ നേവിയുമായിട്ട് എന്തിലൊപ്പിടുന്നത്? ഒരു നേവി ടു നേവി റിലേഷൻഷിപ്പ് ഡോക്യുമെൻറ്റിൽ ഒപ്പിടുന്നത്. ഏത് രാജ്യത്തിൻ്റെ നേവിയുമായിട്ടാണ്? ഓസ്ട്രേലിയൻ നേവി. അപ്പോൾ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയൻ നേവി, ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയൻ നേവി, എ നേവി ടു നേവി റിലേഷൻഷിപ്പ് ഡോക്യുമെൻറ്റ്. ഇറ്റ്സ് എന്താണ് പേരെന്താണ്? ടേംസ് ഓഫ് റെഫറൻസ് ഇസ് ദ നെയിം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ടുണീഷ്യ. വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഫേമസ് ജിയോളജിസ്റ്റ് ആണ് അല്ലേ, ഫേമസ് ആയിട്ടുള്ള ഒരു ജിയോളജിസ്റ്റ് ആണ് ആര്? നജ്ല ബൗഡൻ ഈസ് ദ ന്യൂ വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ടുണീഷ്യ. ദ ന്യൂ വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ടുണീഷ്യ ഈസ് നജ്ല ബൗഡൻ. ടുണീഷ്യയുടെ ആദ്യത്തെ വനിതാ പ്രൈം മിനിസ്റ്റർ, വനിതാ പ്രധാനമന്ത്രിയാണ് ആര്? നജ്ല ബൗഡൻ. ഷീസ് എ ഫേമസ് ജിയോളജിസ്റ്റ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചാബ് ന്യൂ ചീഫ് മിനിസ്റ്റർ. പഞ്ചാബിൻ്റെ പുതിയ ചീഫ് മിനിസ്റ്ററാണ് ചരൺജിത്ത് സിംഗ് ചാനി ഈസ് ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് പഞ്ചാബ്. ചരൺജിത്ത് സിംഗ് ചാനി. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആയിരുന്നു അദ്ദേഹത്തിനെ നീക്കം ചെയ്തല്ലേ, അദ്ദേഹത്തിനെ മാറ്റി. അമരീന്ദർ സിംഗ് ആയിരുന്നു കോൺഗ്രസിൻ്റെ ക്യാപ്റ്റൻ. അമരീന്ദർ സിംഗ് ആയിരുന്നു ചീഫ് മിനിസ്റ്റർ ആയിരുന്നത്. കോൺഗ്രസിൻ്റെ തന്നെ അദ്ദേഹം മാറ്റിയാണ് ആരെ കൊണ്ടുവന്നത്? ചരൺജിത്ത് സിംഗ് ചാനിയെ പഞ്ചാബ് പ്രൈം മിനിസ്റ്ററായിട്ട് ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DGCA ഹെഡ്ക്വാർട്ടേഴ്സ്. DGCAയുടെ ഹെഡ്ക്വാർട്ടർ. അപ്പോൾ എന്താണ് DGCA എന്ന് ആദ്യം അറിയണം. വാട്ട് ഈസ് DGCA? എന്താണ് DGCA? DGCA എന്ന് പറഞ്ഞാൽ ഡയറക്ടറൽ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെയാണ് DGCA എന്ന് പറയുന്നത്. DGCA ഡയറക്ടറൽ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. സിവിൽ ഏവിയേഷൻ. ഇത് നേരെ എഴുതരാം അല്ലേ, സിവിൽ എന്നുള്ള നേരെ എഴുതാം. സിവിൽ ഏവിയേഷൻ. അപ്പോൾ DGCA മീൻസ് ഡയറക്ടറൽ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. അപ്പോൾ DGCAയുടെ ഹെഡ്ക്വാർട്ടർ എവിടെ എന്നാണ് ചോദ്യം. അപ്പോൾ അറിയേണ്ടത് ഇപ്പോഴത്തെ DGCA ആര്? ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആര്? ഡോക്ടർ അരുൺകുമാർ ഈസ് ദ അപ്പോൾ ഇപ്പോഴത്തെ DGCA ആരാണ്? ഡോക്ടർ അരുൺകുമാർ. അപ്പോൾ DGCA ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ഇറ്റ് ഈസ്
ഓപ്ഷൻ നമ്പർ സി ന്യൂ ഡൽഹി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഫുൾ ഫോം ഓഫ് DGCA, ഡയറക്ടറൽ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പബി ആൻറ്റി ടെറർ എക്സർസൈസ് 2021 ടു ബി ഹെൽഡ് അറ്റ്. പബി ആൻറ്റി, ഇതിൻ്റെ ഫുൾ ഫോം ഉണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതാണ് എഴുതാത്തത്. അപ്പോൾ പബി ആൻറ്റി ടെറർ എക്സർസൈസ് 2020 ടു ബി ഹെൽഡ് അറ്റ്. അപ്പോൾ 2021 പബി ആൻറ്റി ടെറർ എക്സർസൈസ് നടക്കുന്നത് ഈ പറയുന്നതിൽ ഏത് രാജ്യത്ത് വച്ച് എന്നാണ് ചോദ്യം. ഇന്ത്യ, നേപ്പാൾ, സിംഗപ്പൂർ, പാകിസ്ഥാൻ. ഇപ്പോൾ 2021 പബി ആൻറ്റി ടെറർ എക്സർസൈസ് നടക്കാൻ പോകുന്നത് എവിടെ വെച്ചിട്ടാണ്? ഓപ്ഷൻ നമ്പർ ഡി, പാകിസ്ഥാനിൽ വെച്ചിട്ടാണ്. ഇന്ത്യയുടെ ഒരു 3 മെമ്പർ ക്രൂവും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു 3 മെമ്പർ ക്രൂവും എന്തിൽ പങ്കെടുക്കുന്നുണ്ട്? പറഞ്ഞ പബി ആൻറ്റി ടെറർ എക്സർസൈസ് 2021 എന്ത് ചെയ്യുന്നുണ്ട്? പങ്കെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ് സ്റ്റാർട്ട്സ് എ ന്യൂ കറിക്കുലം ഓൺ സ്കൂൾസ് നെയിംലി ദേശഭക്തിയാണ് ദേശഭക്തി കോഴ്സ്. അപ്പം ഏത് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുടെ ഗവൺമെൻറ് ആണ് എല്ലാ സ്കൂളുകളിലും ഒരു പുതിയൊരു പാഠ്യപദ്ധതിയിൽ ഒരു പുതിയ കോഴ്സ് കൂടെ ആഡ് ചെയ്തത്? ദേശഭക്തി എന്ന പേരുള്ള ഒരു പുതിയ കോഴ്സ് ആഡ് ചെയ്തത്. ഓപ്ഷൻ നമ്പർ എ ഡൽഹി, ബി മഹാരാഷ്ട്ര, സി മധ്യപ്രദേശ്, ഡി ബീഹാർ. ദേശഭക്തി എന്ന് പറയുന്നത് കുട്ടികൾക്കിടയിൽ പാട്രിയോട്ടിസം കൂട്ടുന്നതിന് വേണ്ടിയാണ്. കുട്ടികൾക്കിടയിൽ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ് ആണ് ഒരു പുതിയൊരു കോഴ്സ് സ്കൂളുകളിൽ കൊണ്ടുവന്നത്? ഓപ്ഷൻ നമ്പർ എ ഡൽഹി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ എക്സാമിന് ചോദിക്കും, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ് സ്റ്റാർട്ട്സ് എ ന്യൂ കറിക്കുലം ഓൺ സ്കൂൾസ് നെയിംലി ദേശഭക്തി കോഴ്സ്? ദ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ എ ഡൽഹി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കസ് ഈസ് ദ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ. ഓക്കസ് എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ഡിഫൻസ് പാർട്ട്ണർഷിപ്പാണ്? ആ പേര് തന്നെ ഉണ്ട്. ഓക്കസിലെ OU എന്ന് പറയുന്നത് ഓസ്ട്രേലിയ, ഇനി UK എന്ന് പറയുന്നത് എന്താണ്? യുണൈറ്റഡ് കിങ്ഡം ആൻഡ് US എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ആരൊക്കെ തമ്മിലുള്ളതാണ്? ഓസ്ട്രേലിയ, യുണൈറ്റഡ് കിങ്ഡം ആൻഡ് US. അപ്പോൾ ഓക്കസ് എന്ന് പറയുന്ന ഡിഫൻസ് പാർട്ട്ണർഷിപ്പ്, ഓക്കസ് ഈസ് എ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓസ്ട്രേലിയ, UK ആൻഡ് US. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് ഈസ് ദ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ. ക്വാഡ് എന്ന പേരിൽ അത് അറിയപ്പെടും. ക്വാഡ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് ഈസ് എ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ ആൻഡ് US. ഇത് മറന്നു വരുത്. ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ ആൻഡ് US. ക്വാഡ്രിലാറ്ററൽ, ക്വാഡ് എന്ന പേരിൽ അറിയപ്പെടും, പോപ്പുലർലി നോൺ as ക്വാഡ്. അപ്പോൾ ക്വാഡ് സെക്യൂരിറ്റി ഡയലോഗ് ഈസ് ദ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ ആൻഡ് US. മറന്നു വരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് തേർഡ് ജെൻഡർ കാറ്റഗറി ഇൻ സെൻസസ്? സെൻസസിൽ മൂന്നാമത് ഒരു ജെൻഡർ കാറ്റഗറിയോട് റീസെൻ്റ് ആയിട്ട് ആഡ് ചെയ്ത രാജ്യം ഏത് എന്നാണ് ചോദ്യം. അവരുടെ ഏത് രാജ്യത്തിന് സെൻസസിലാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് introduced a third gender category? Option number A Singapore, B Bhutan, C Nepal and D Netherlands. The answer is option number C Nepal is the right answer. നേപ്പാളിലാണ് ഏറ്റവും അവസാനം റീസെൻ്റ് ആയിട്ട് എന്ത് ആഡ് ചെയ്തത്? ഒരു തേർഡ് ജെൻഡർ കാറ്റഗറി. സെൻസസിൽ ഒരു തേർഡ് ജെൻഡർ കാറ്റഗറി, അതേഴ്സ് എന്ന പേരിൽ ഒരു തേർഡ് ജെൻഡർ കാറ്റഗറി, അതേഴ്സ് എന്ന പേരിൽ ഒരു തേർഡ് ജെൻഡർ കാറ്റഗറി അനൗൺസ് ചെയ്തത് ഏത് കൺട്രിയാണ്? നേപ്പാൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് എഡ്യൂമേഡ് അക്കാഡമി. ഇനിയും നമ്മുടെ ചാനലിലെ വീഡിയോകൾ, അതായത് കറണ്ട് അഫേഴ്സ്, ജനറൽ മാത്സ്, ജനറൽ റീസണിങ്, GK പോലുള്ള ജനറൽ സയൻസ് പോലുള്ള എല്ലാ ടോപ്പിക്കിലെയും, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയുള്ള എല്ലാ ടോപ്പിക്കിലെയും വീഡിയോകൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ എഡ്യൂമേഡ് അക്കാഡമി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.